നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കനത്ത മൂടൽമഞ്ഞിൽ പർവ്വത പ്രദേശങ്ങൾ മുറിച്ചു കടക്കുന്നതിനിടെ ഞായറാഴ്ച തകർന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്ത് എത്താൻ പാടുപെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള അസർബൈജാനുമായുള്ള അതിർത്തി സന്ദർശിച്ച് മടങ്ങുന്ന വഴിയാണ് ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് റൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെയും ജീവൻ അപകടത്തിലായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്, പക്ഷേ ക്രാഷ് സൈറ്റിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വളരെ ആശങ്കാജനകമാണെന്നാണ് ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറയുന്നത്. ഒരു യാത്രക്കാരനും ഒരു ക്രൂ അംഗവും രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നതായി ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഇറാൻ റെഡ് ക്രസന്റ് ഈ റിപ്പോർട്ട് നിഷേധിച്ചെങ്കിലും ഹെലികോപ്റ്റർ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വിദേശ നയത്തിലും ഇറാന്റെ ആണവ പരിപാടിയെയും സംബന്ധിച്ച് വിശദീകരിക്കുകയും സംസ്ഥാന കാര്യങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഇറാനികളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നും ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നു. US നിർമ്മിത ബെൽ 212 ഹെലികോപ്റ്ററിലാണ് റൈസി പറന്നതെന്നാണ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA അറിയിക്കുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സൈന്യത്തിന്റെയും എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകളുടെയും എല്ലാ സാധ്യതകളും തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഉപയോഗിക്കാൻ ഉത്തരവിട്ടു. നേരത്തെ രാജ്യത്തുടനീളം റൈസിക്കായി പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനായി ദേശീയ ബ്രോഡ്കാസ്റ്റർ എല്ലാ പതിവ് പ്രോഗ്രാമുകളും നിർത്തിവെച്ചിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ മഞ്ഞുവീഴ്ചയ്ക്കിടയിൽ കറുത്ത പർവ്വതനിരകളിൽ കാൽനടയായി തിരഞ്ഞപ്പോൾ ഒരു രക്ഷാസംഘം തിളങ്ങുന്ന ജാക്കറ്റുകളും ഹെഡ് ടോർച്ചുകളും ധരിച്ച് ഒരു GPS ഉപകരണത്തിന് ചുറ്റും ഒതുങ്ങി നിൽക്കുന്നതായുമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പ്രദേശത്തിന്റെ ഓരോ ഇഞ്ചും തങ്ങൾ വിശദമായി അന്വേഷിക്കുന്നു എന്ന് ഒരു പ്രാദേശിക സൈനിക കമാൻഡറെ ഉദ്ധരിച്ച് സ്റ്റേറ്റ് മീഡിയ പറഞ്ഞു. ഈ പ്രദേശത്ത് വളരെ തണുപ്പുള്ളതും മഴയുള്ളതും മൂടൽമഞ്ഞുള്ളതുമായ കാലാവസ്ഥയാണ്. മഴ ക്രമേണ മഞ്ഞായി മാറുകയാണ്. അയൽ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുകയും ഏത് രക്ഷാപ്രവർത്തനത്തിലും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ US പ്രസിഡന്റ് ജോ ബൈഡനെ അറിയിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇറാൻ അധികൃതരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഡ്രോൺ, ഹെലികോപ്റ്റർ, വാഹനങ്ങൾ, രക്ഷാപ്രവർത്തകർ എന്നിവരെ നിയോഗിച്ചതായി തുർക്കി അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ അടിയന്തര സാറ്റലൈറ്റ് മാപ്പിംഗ് സാങ്കേതികവിദ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളുടെ ഒരു നിരയെ ചൊല്ലി ഇറാനിൽ വിയോജിപ്പ് വർദ്ധിക്കുന്ന സമയത്താണ് ഈ തകർച്ച. ഇറാനിലെ വൈദിക ഭരണാധികാരികൾ ടെഹ്റാന്റെ തർക്കത്തിലുള്ള ആണവ പദ്ധതിയിലും യുക്രൈനിലെ യുദ്ധസമയത്ത് റഷ്യയുമായുള്ള ആഴത്തിലുള്ള സൈനിക ബന്ധത്തിലും അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുകയാണ്. ഇറാൻ സഖ്യകക്ഷിയായ ഹമാസ് ഒക്ടോബർ 7-ന് ഇസ്രായേലിനെ ആക്രമിച്ചത് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ പ്രതിഷേധങ്ങളുമായി പൊട്ടിപ്പുറപ്പെട്ടു. ഇറാന്റെ ഇരട്ട രാഷ്ട്രീയ വ്യവസ്ഥയിൽ വൈദിക സ്ഥാപനത്തിനും സർക്കാരിനുമിടയിൽ പിളർന്ന് 1989 മുതലുള്ള പരമോന്നത നേതാവായിരുന്ന റൈസിയുടെ 85-കാരനായ ഉപദേഷ്ടാവ് ഖമേനിക്കാണ് എല്ലാ പ്രധാന നയങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം. റൈസിയുടെ പ്രധാന നയങ്ങൾ അംഗീകരിക്കുന്ന ഖമേനിയുടെ പിൻഗാമിയാകാനുള്ള ശക്തനായ മത്സരാർത്ഥിയായി പലരും വർഷങ്ങളായി റൈസിയെ കാണുന്നു. 8 വർഷത്തിന് ശേഷം പ്രായോഗികവാദിയായ ഹസൻ റുഹാനി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയും വാഷിംഗ്ടണുമായി ചർച്ചകൾ നടത്തുകയും ചെയ്ത ആണവ കരാറിന് ശേഷം എല്ലാ അധികാര ശാഖകളെയും കടുത്ത നിലപാടുകളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. എന്നിരുന്നാലും പൗരോഹിത്യ ഭരണത്തിനെതിരായ വ്യാപകമായ പ്രതിഷേധവും പാശ്ചാത്യ ഉപരോധങ്ങളാൽ തളർന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റുന്നതിൽ പരാജയപ്പെട്ടതും റൈസിയുടെ നിലയ്ക്ക് വിള്ളലുണ്ടാക്കിയിരിക്കാം. സംയുക്ത പദ്ധതിയായ ക്വിസ് ഖലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞായറാഴ്ച അസർബൈജാനി അതിർത്തിയിൽ എത്തിയതായിരുന്നു റൈസി. റൈസിയോട് താൻ സൗഹാർദ്ദപരമായ വിടവാങ്ങൽ നടത്തിയെന്ന് പറഞ്ഞ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് രക്ഷാപ്രവർത്തനത്തിന് സഹായം വാഗ്ദാനം ചെയ്തു.